യൂതിത്ത് 5-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഹോളോഫർണസിന്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകൾ അടിച്ച് ഗിരിശൃംഗങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങളിൽ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറാക്കിയിരിക്കുന്നുവെന്ന സീസേറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊവാബിലെ പ്രഭുക്കന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാന്യാനരെ, മലമ്പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഈ ജനം ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിൽ അടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുവാനും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്? പശ്ചിമ ദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? അക്കിയോറിന്റെ ഉപദേശം. അമ്മനോരിയുടെ നേതാവ് അക്കിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസന്റെ വാക്ക് കേട്ടാലും സമീപ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസപ്പൊട്ടാമയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗ്ഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്കറിയാനിടയായ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവർ ദേവന്മാരുടെ മുമ്പിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസപ്പൊട്ടാമയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമർപ്പിച്ച് അവർ ധാരാളം സ്വർണ്ണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോകുകയും ഭക്ഷണം ലഭിച്ച കാലം അത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവർ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്നാണ് അവരെ ആട്ടിപ്പായിച്ചത്. ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ പറ്റിച്ചു. അവിടുന്ന് സീനായ്, കദേഷ് ബർണിയ എന്നിവയിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമ്മനോരിയുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്ന മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കാനാന്യർ, ഫരിസേയർ, ജബൂസ്യർ, ഷെക്കേങ്കർ, ഗിൽഗാഷ്യർ എന്നിവരെ തുരുത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാവത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമണിഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലം പരിച്ചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിലേക്ക് മടങ്ങി വരികയും ചിതറിക്കപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എന്റെ യജമാനനായ പ്രഭു അറിവ് കൂടാതെ വന്ന പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരു അതിക്രമവും ഇല്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസാക്ഷാമം ലജ്ജിതരാകും. അക്കിയേൽ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർണസിന്റെ സേനാ നായകന്മാരും കടൽ തീരത്ത് നിന്ന് മെവാബിൽ നിന്ന് വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിനെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണവർ. ഹോളോഫർണസ് പ്രഭു, നമുക്ക് കയറി ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.